ഹായ്, ഗുഡ് ഈവനിംഗ്. മിഷൻ ഇൻ്റർനാഷണൽ ടീമിൻ്റെ കളരി വർക്ക്ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നഫ്ല ഫാത്തിമ, മുകേരി സ്വദേശിനിയാണ്. ഇന്നത്തെ വൺ ഡേ വൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വുമൺ കമ്പാനിയനാണ്. വുമൺ കമ്പാനിയൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പൊതുവെ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് വയറുവേദന, പേശിവേദന, തലവേദന പോലുള്ള വേദനകളും കാര്യങ്ങളൊക്കെ. പലർക്കും കൃത്യമായിട്ട് ആർത്തവം ഉണ്ടാകുന്നില്ല. റെഗുലറായിട്ടും ഇറഗുലറായിട്ടുമൊക്കെ പീരിയഡ്സ് ഉണ്ടാകുന്നവരുണ്ട്. ചിലർക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കും, എന്നാൽ ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കും. ആർത്തവ സമയത്തുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ എലമെൻസിൻ്റെ വുമൺ കമ്പാനി എന്നുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് പാച്ചൂറ്റി, പിന്നെ അശോക. ഇത് നോർമലായിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ വരുന്നതാണ് ഇരട്ടി മധുരം, ബല, ഗോക്ഷരം. ഇത് യൂട്രസിന് സ്ട്രെങ്ത് നൽകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പുനർനവ. ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പുനർനവ. പിന്നെ വരുന്ന ഒന്നാണ് മരമഞ്ഞൾ. ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേരുവ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശംഖുപുഷ്പി, ബ്രഹ്മി, അശ്വഗന്ധ. ഇത് മൂന്നും പ്രവർത്തിക്കുന്നത് തലച്ചോറിലാണ്. കാരണം മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായി നടക്കാനുള്ള നിർദ്ദേശങ്ങൾ ബ്രെയിനിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായി നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ശംഖുപുഷ്പി, ബ്രഹ്മി, അശ്വഗന്ധ തുടങ്ങിയവ. പിന്നെയുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശ്വേതമുസ്ലി. ഇത് സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിയുരുക്കം, അതായത് വെള്ളപ്പോക്ക് എന്നുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്വേതമുസ്ലി എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകളാണ് നമ്മുടെ വുമൺ കമ്പാനിയനിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കൊക്കെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് നോക്കാം. ഒന്നാമത് ഡേറ്റ് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ചയൊക്കെ ആകുന്ന സമയത്ത് പീരിയഡ്സ് ആവുന്നവർക്ക് ഇത് നിർദ്ദേശിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇമ്മ്യൂണോ 3+ഉം ഫീലിംഗ് ലിക്വിഡും കൂടെ നിർദ്ദേശിക്കാൻ കഴിയുന്നതാണ്. അതായത് രക്തക്കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീലിംഗ് ലിക്വിഡും കൂടി ആഡ് ചെയ്യുന്നത്. പിന്നെ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ആണെങ്കിൽ വുമൺ കമ്പാനിൻ്റെ കൂടെ ബ്ലഡ് പ്യൂരിഫയർ കൂടി ആഡ് ചെയ്ത് നൽകാൻ കഴിയുന്നതാണ്. പിന്നെ ഈ സമയത്തുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, ഈ വയറുവേദന, പേശിവേദന, പിന്നെ തലവേദന, ഊരവേദന പോലുള്ള ഉള്ളവരൊക്കെ ആണെങ്കിൽ നോവേദന ക്യാപ്സ്യൂളും ജെല്ലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഒരുപാട് ആളുകൾ പീരിയഡ്സിൻ്റെ സമയത്ത് ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഫൈട്രസ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു വുമൺ കമ്പാനിയൻ നിർദ്ദേശിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. ഒന്നാമത്തത് ഗർഭിണികൾക്ക് ഒരിക്കലും ഈ ഒരു വുമൺ കമ്പാനിയൻ നിർദ്ദേശിക്കാൻ പാടില്ല. പിന്നെ വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് 2-3 മാസങ്ങളായിട്ട് പീരിയഡ്സ് ആവാത്തവരുണ്ടാവും. അവർക്ക് ഒരിക്കലും പെട്ടെന്ന് നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നില്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കാമെന്നുള്ള രീതിയിൽ നമുക്കിത് കൊടുക്കാൻ കഴിയില്ല. കാരണം അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് അത് അറിയണം. അതിനുവേണ്ടി ജസ്റ്റ് ഡോക്ടറെ കാണിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ ഈ ഒരു വുമൺ കമ്പാനിയൻ കൂടെ ആഡ് ചെയ്ത് കഴിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് വുമൺ കമ്പാനിയനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.